കൊക്കോ ക്രാഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാൻ വഴിയില്ലെങ്കിലും സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എന്ന് കേൾക്കാത്ത വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കൊക്കോ ക്രാഫ്റ്റിനെ പറ്റി ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എറണാകുളത്തുള്ള കൊക്കോ ക്രാഫ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മൂന്നാറിലുള്ള കൊക്കോ ക്രാഫ്റ്റാണ്. നല്ല അടിപൊളി ഇൻറ്റീരിയർ ആയിരുന്നു. ഭയങ്കര ഏസ്തെറ്റിക് ആയിട്ടുള്ളൊരു കഫേന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. അത്ര നീറ്റും ഭയങ്കര ക്ലീനും ആയിരുന്നു. ഈവൻ ബാത്റൂമൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഞാൻ എൻ്റെ വിഷ്വൽസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കേക്ക്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് സാൻ സെബാസ്റ്റ്യൻ ബേൺ ബസ് ചീസ് കേക്കാണ്. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയൊരു ഐറ്റം ആയിരുന്നല്ലോ. ഞാൻ ഇതാ ഇപ്പോഴാണ് കേട്ടോ കഴിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചീസ് കേക്ക് എത്തി. ഞാനിത് ചീസ് കേക്ക് ഓൾറെഡി വോൾക്കാനോ ക്രീമറിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അത് വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. പക്ഷേ അതുപോലെയല്ല ഇത് നല്ല കിഡിലൻ സാധനം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചീസ് കേക്ക്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. ഈ കാണുന്ന പോലെ അതേ ടേസ്റ്റ് തന്നെയുണ്ട് അത് കഴിക്കാനും. വായിലിടേണ്ട താമസം അതങ്ങ് അലിഞ്ഞു പോകും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചീസ് കേക്കിനെ കൊന്നുകൊണ്ടിരിക്കുന്നതാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. വലിയ എഗ്ഗിൻ്റെ ടേസ്റ്റും നല്ല ഒട്ടും തന്നെ എഗ്ഗിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. ഈ ചോക്ലേറ്റുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള കൊക്കോ ക്രാഫ്റ്റിൽ ഈ ചീസ് കേക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മൂന്നാർ വഴി പോകുന്നവരൊക്കെ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണോ, വെറുതായിരിക്കും. പിന്നെ അവിടെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം 52% കൊക്കോയിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. എറണാകുളത്ത് നിന്ന് കഴിച്ചതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടുത്തെ വാഷ്റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, ഇതാണത്. ഒരു ബൊഹീമിയൻ ടച്ചൊക്കെ ഇല്ലേ ഇതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.